നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ 2025 പിറവി എടുത്തിരിക്കുകയാണ്. ഇന്ന് ന്യൂ ഇയർ ദിനമാണ്. പുതിയ വർഷത്തിലെ 1-ാം തീയതിയാണ്. 1-ാം തീയതി ഞങ്ങൾ ഈവനിങ്ങിൽ, ഇപ്പോൾ സമയം ഏകദേശം 3:30 ഞങ്ങൾ വൈകുന്നേരം ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് കരുതി. ഇവിടെ തൊട്ടടുത്ത് തന്നെ സുമിയുടെ വീടിൻ്റെ അടുത്ത് ഒരു ഫാം ഫെസ്റ്റ് നടക്കുന്നുണ്ട്. മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൽ ഒരു വലിയ പ്രോഗ്രാമാണ്. അവിടെ ഒരുപാട് കൃഷി അനുബന്ധമായ കാര്യങ്ങളും സ്റ്റോളുകളും കുട്ടികളുടെ കളിക്കാനുള്ള അങ്ങനെ കാർണിവലും അങ്ങനെ എല്ലാം ഉള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് അല്ലേ? അതെ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് പോവാണ്. അപ്പൊ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, മുണ്ടേരിയിലേക്കാണ് പോകുന്നത്. മുണ്ടേരിയാണ് സുമിയുടെ വീടുള്ളത്. അപ്പൊ മുണ്ടേരിയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു വലിയ വിത്ത് കൃഷിത്തോട്ടമാണ്. അപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് പോവാണ്. അമ്മയും അരുണേട്ടനും വണ്ടി കയറിയിട്ടുണ്ട്. അച്ഛൻ വഴിയിൽ നിന്ന് കയറും. പിന്നെ ചേച്ചിയും അളിയനും എല്ലാവരും വരുന്നുണ്ട്. വിജയചേട്ടനൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് മുണ്ടേരി ഫാമിന്റെ ഉള്ളിൽ കയറിയിട്ടോ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിത്ത് കൃഷിത്തോട്ടല്ലേ ഇത്? അപ്പൊ നമ്മള് ഫസ്റ്റ് എന്താ പോണേ? തലപ്പാല്. ഇനി നമ്മള് ഫാമിനുള്ളിലൂടെ, അവിടെ ഫുള്ള് ഫാമാണ്. ഇനി അങ്ങോട്ട് അവിടെ അപ്പുറത്ത് വഴിയുണ്ട്. അതിൽ പോയ സ്റ്റോളുകളിലേക്കൊക്കെയാണ് പോകേണ്ടത്. നമ്മള് ഇരുട്ടാകുന്നതിന് മുന്നേ ആദ്യം ഉള്ളിലേക്ക് പോയിട്ട് അതൊക്കെ കാണാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ അരുണേട്ടൻ, എൻ്റെ അച്ഛമ്മ, അമ്മ, അച്ഛൻ, എൻ്റെ അമ്മ, ഏട്ടത്തിയമ്മ. കണ്ണനെ കാണില്ലേ? കണ്ണ ഹായ് പറഞ്ഞ. കണ്ണ ഹായ്. നല്ല സന്തോഷം. എത്തിയെന്നുള്ള വീഡിയോ അങ്ങനെ കാണുന്നുണ്ടല്ലേ? എന്തൊക്കെയാ സുമി? സുഖം. അച്ഛനെയും അമ്മനെ ഇങ്ങനെ കാണാറുണ്ട്. അമ്മയെ കണ്ടിട്ടുള്ളൂ. ഓ, എല്ലാരും ഉണ്ടല്ലോ. മണ്ണിലുള്ള കളി ഉണ്ട് കേട്ടോ. മണ്ണില് ഫുട്ബോളാ? മഡ് ഫുട്ബോളാണ്. വീഡിയോ കണ്ടിട്ടാണ്. ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടുപോകുന്ന സ്ഥലമാണ് കേട്ടോ. കൊറേ ദിവസത്തെ പരിപാടിയാണ് ഇവിടെ. കണ്ടില്ലേ, കൊറേ ആൾക്കാർ തലപ്പാലി പോയിട്ട് വരികയായിരിക്കും. നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് 3 കിലോമീറ്റർ ആട്ടോ തലപ്പാലിക്കല്ലേ. അവിടെ എന്താ കൊറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്ക് അവിടെ ചെന്നെങ്കിലേ കറക്റ്റ് അറിയുള്ളൂ. ഫസ്റ്റ് ടൈം പോണേ കൊണ്ട് എന്തൊക്കെയാ എവിടേക്കാന്നൊന്നും അറിയില്ല. കവുങ്ങ് കൃഷിയാണ് ഇവിടുന്ന് അങ്ങോട്ടല്ലേ. അപ്പൊ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റിന്റെ ഒരു അനുമതി കിട്ടുകയാണെങ്കിൽ വയനാട്ടിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. വയനാട്ടിലേക്ക്, അതായത് ചുരമൊന്നും കയറാതെ വളരെ സിമ്പിളായി വയനാട്ടിലേക്ക് എത്താൻ പറ്റുന്നൊരു മേപ്പാടി റോഡ് വഴിയാണ് വരാൻ പോകുന്നത്. എന്താ ഭംഗി! മലയും മരങ്ങളും. അപ്പൊ ഹിമായുധി എന്ന് പറയുന്ന ഒരു മാവാണിട്ടത്. എല്ലാത്തിലും അതിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഹിമായുധി എന്നാണ് എഴുതിച്ചിട്ടുള്ളത്. ആ ഒരു വെറൈറ്റി മാങ്ങയാണ്. അതിലൂടെ ചെറുതല്ല വലിയൊരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. ചാലിയാർ പുഴ. ഈ പുഴയാണ് പിന്നെ അങ്ങനെ അങ്ങോട്ടേക്ക് പോണത് അല്ലേ? നിലമ്പൂർ വരെ അല്ലേ? ബേപ്പൂര്. ചാലിയാർ പുഴ ബേപ്പൂര് ചെന്ന് ചേരും. വയനാട് ആ ഭാഗത്ത് നിന്നല്ലേ വരുന്നത്? അപ്പൊ നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തരാനൊക്കെ ഓരോ സ്ഥലങ്ങളിലും ആൾക്കാരുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കൂടെ പേടിക്കാനൊന്നുമില്ല. അന്ന് മറ്റേ വയനാട്ടിലെ ഉരുൾപൊട്ടലില് വെള്ളം വന്നത് ഇതിലെയാ. ഇതുണ്ടോ, ഞാൻ കാണിച്ചു തരാം. പുഴ പടുത്തെത്തും. ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി കുറച്ച് വലുതായതുകൊണ്ട് സൈഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണോ. ഇവിടെ ആനയൊക്കെ വരൂലേ ഈ ഭാഗത്തേക്ക്? ആ
കണ്ടില്ലേ, ഇതാണ് ചാലിയാറ്. മണലല്ലല്ലോ, സ്വർണം അരിക്കാനൊക്കെ ആൾക്കാർ ചാലിയാർ പുഴയിൽ വരാറുണ്ട്. അതായത് പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ പരന്നിട്ടുള്ള ഒരു മരത്തിന്റെ ഒരു സംഭവം ഉണ്ടാവും. അതിലിങ്ങനെ പുഴയിൽ ഇങ്ങനെ കുഴി കുഴിച്ചിട്ട് അതിന്ന് മണലൊക്കെ എടുത്തിട്ട് അതിന്ന് പൊന്നരിച്ചെടുക്കാന്നാ പറയാ കേട്ടോ. ഒരു വിഭാഗം ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇവിടെയൊക്കെ ഉണ്ടാകുമായിരിക്കും. നമുക്ക് ചാലിയാർ പുഴയിൽ സ്വർണത്തിന്റെ അംശം ഏറ്റവും കൂടുതലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പോസ്റ്റും കാലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഉള്ളിലേക്ക് കറണ്ടൊക്കെ ഉണ്ട്. വലിയ പാറകളൊക്കെ ഉണ്ടോ, കോളനികളൊക്കെ ഉണ്ട്. ഈ തലപ്പാലി എന്ന ഭാഗത്തില്ലേ കോളനികളൊക്കെ ഉണ്ട്. വലിയ വലിയ മരങ്ങളും പാറകളും പുഴയും ഒക്കെ ഉണ്ട്. എല്ലാം ഈ നമ്മുടെ ഫാമിന്റെ ഭാഗമാണ്. ഇത്രയും കിലോമീറ്റർ സ്ഥലം കിടക്കുന്നത്. അതെ, മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥിത്തോട്ടാണ്. അതെ, പാലൊക്കെ ഉണ്ട് ഇവിടെ. വലിയ വലിയ മരങ്ങൾ കണ്ടു. കുറച്ചുകൂടെ മുന്നോട്ട് ഫെൻസ് ഇടുന്നുണ്ട്. ആന വരാതിരിക്കാനുള്ള ഫെൻസ് ആണ്. വണ്ടി തട്ടില്ല, അത് കെട്ടിയിട്ടുണ്ട് കണ്ടോ. ആനകളൊന്നും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടി രാത്രിയിൽ ഇത് അഴിച്ചിടും. നല്ല സ്ഥലം അല്ലേ, നല്ല ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റണ നല്ല സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിന്റെ ഒക്കെ ഫോട്ടോഷൂട്ടൊക്കെ കൊണ്ടേക്കിയാൽ മതി. കണ്ടോ, വലിയ വലിയ മരങ്ങൾ, അതിന്റെ ഇടയിൽ കൂടെ നല്ല റോഡ്. വലിയ മോശമൊന്നുമില്ല അല്ലേ റോഡ്, ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നത് നല്ല റോഡ്. ഇതിപ്പോ ടാറിട്ട റോഡാണ്. കുറച്ച് ഭാഗം മാത്രം കുറച്ച് മണ്ണിന്റെ റോഡ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ, മലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റുന്ന ടൈമാണ് കേട്ടോ. നമ്മളിപ്പോ ഉച്ച സമയത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു വ്യൂ ഒന്നും കിട്ടൂല കേട്ടോ. ഇത് കണ്ടോ, അതിന്റെ ഒരു ഭംഗിന്ന് റെസ്റ്റ് ചെയ്യാനിരിക്കാനുള്ള ഇരിപ്പിടവും ഊഞ്ഞാലയും അവിടെ എന്തൊക്കെയാ കണ്ടോ. അവിടെ ഊഞ്ഞാലുണ്ട് കേട്ടോ, മുളയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഊഞ്ഞാല്. ആൾക്കാർ അവിടെ ആടുന്നുണ്ട്. നമ്മൾ അവിടെ നിർത്തിയിട്ട് കാണിക്കാട്ടോ. ഇതുണ്ടോ, മുന്നിലേക്ക് നോക്കുമ്പോ വലിയ മലകളും കൊടും കാടുകളുണ്ട്. ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട് മുളയെ കൊണ്ട്. ഇതോ അതൊക്കെ പ്രളയത്തിൽ പോയോ? 2018 പ്രളയത്തിൽ പോയതാണ്. ഇവിടെ കുറെ തെങ്ങുന്നോട്ടൊക്കെ ആയിരുന്നു. ഇവിടെ കോളനികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എള്ള്. അപ്പൊ നമ്മളിവിടെ നിർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല മല്ലികത്തോട്ടം. ഇതിന്റെ ഇടയിൽ എന്താ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും തോന്നുന്നു. എന്താ ഭംഗിയൊക്കെ. ഈ ക്യാമറയില് നമുക്ക് കാണുമ്പോ നല്ല അടിപൊളി വ്യൂ ആട്ടോ. നമ്മളിവിടെ സൈഡാക്കിയിട്ട് എല്ലാരും ഇതിന്റെ ഇടയിൽ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് എടുക്കാന്. കണ്ണ മുന്നിക്ക് എത്തിയോ? നമ്മളുണ്ടല്ലോ കുറച്ച് മുമ്പിക്ക് അവിടെ ഒരു ബ്ലോക്ക് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കാരണം ഈ ആന ഇറങ്ങാൻ ടൈം ആയതുകൊണ്ട് ഇവര് ക്ലോസ് ചെയ്ത്. നമുക്ക് അത് ഫസ്റ്റ് കണ്ടിട്ട് വരാം അല്ലേ. നല്ല ഭംഗിയുണ്ട് ഇത്രയും ഇതിനുള്ളിലേക്ക്. അവിടെയൊക്കെ നോക്കും, ചാക്ക് കൊണ്ടുള്ള മണ്ണിടിഞ്ഞു പോകാൻ വേണ്ടി. ഇതൊക്കെ നമുക്ക് മലാവിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ചാക്ക് കിട്ടണം അങ്ങനത്തെ. നമുക്ക് പ്ലാസ്റ്റിക് ചാക്ക് മാത്രമേ ഉള്ളൂ. കയറിന്റെ വേറെ പേര് പറയില്ലേ, അതിന് വേറെ പേര് കയർപ്പായ. ഇതെന്താ മല്ലികയോ? മല്ലികപ്പാടം ഒക്കെ ഇറങ്ങി കാണിച്ചു തരാം കേട്ടോ. നമ്മള് ഫസ്റ്റ് ആ ഒരു ഭാഗത്ത് പോയ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അവിടെ പോയി ഒന്ന് കാണാൻ വിചാരിക്കുന്നുണ്ട്. വണ്ടിയൊക്കെ പോണുണ്ട്. ഇതൊക്കെ നമ്മള് കൂടുതൽ ഇതിൽ സംസാരിക്കാനല്ല, നിങ്ങക്ക് കാണുമ്പോ മനസ്സിലാവും കേട്ടോ അതിന്റെ ഭംഗി എത്രത്തോളാണെന്നുള്ളത്. മഞ്ഞൾ കൃഷിയാണ് ഇത് ഫുള്ള്. നമ്മള് വന്ന വഴിക്ക് എള്ളിന്റെ കൃഷി ഉണ്ടായിരുന്നു. ഇത് മഞ്ഞളുടെ കൃഷിയാണ് ഈ ഭാഗം.
കുറച്ച് കാടുണ്ടല്ലേ, അതുകൊണ്ട് കറക്റ്റ് മനസ്സിലാവണ്ടെന്നറിയില്ല. ഇവിടെയൊക്കെ എന്തൊക്കെയോ കാണാനുണ്ട്. ഇതാ വാടാമല്ലി ഉണ്ട്, വാടാമല്ലിത്തോട്ടാണിത്. ആൾക്കാർക്ക് വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഒരു റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട്, ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയൊക്കെ ഓരോരോ ഊഞ്ഞാലുകൾ അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടുന്നാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ചെറിയ പൂക്കള്, ആളുകളെല്ലാം വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, സഞ്ചാരികളെ അല്ലെങ്കിൽ കാണാൻ വരുന്ന ആൾക്കാരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തൊക്കെ പൂക്കളും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, കൃഷികളൊക്കെ ഉണ്ട്. ഉണ്ടോ ഇപ്പൊ ഇവിടെ ഫുള്ള് കോസ്മോസ് ആണ്. ഞങ്ങൾ കോസ്മോസ് എന്ന് പറയുന്നത് മഞ്ഞയുണ്ട്, ഓറഞ്ച് കളറും ഉണ്ട് കേട്ടോ. നമ്മളവിടെ ഹായ് പറഞ്ഞേ, ഹായ് ഹായ് ഹായ്. ഞങ്ങൾ കണ്ണനൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ പോകട്ടെ. ഇവിടുന്ന് ഫോട്ടോ എടുക്കല്ലേ കണ്ണ? ബേബി എന്താ ഒരു ബേബി. കണ്ണന്റെ ഫോട്ടോ എടുക്കാൻ നിർത്തിയാട്ടെ കണ്ണനെ. ഇതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ കവുങ്ങുകളോ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കവുങ്ങ്, തെങ്ങ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഫ്ലഡ് വന്ന സമയത്ത് ഇവിടെ എല്ലാം ഒലിച്ചു പോയതാന്ന് തോന്നുന്നുണ്ട്. ഇവർ വിത്തൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ വിത്ത് പറിക്കാൻ പറ്റില്ല കേട്ടോ ഇതിൻ്റെ. പിന്നെ വിത്ത് പറിക്കാൻ പോകണമെന്നാണോ? അമ്മ ഇവിടുന്ന് വിത്തൊക്കെ പറിക്കുന്നുണ്ട്. മിക്കവാറും ഇവിടെ പിടിച്ചെട്ടിയിട്ടാന്നാണ് ചാൻസ് ഉണ്ട്. ഇത് നമ്മളവിടെ ഇല്ലേ? പിന്നെ ഇവിടുന്ന് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇവിടെ ലൈറ്റ് ഇപ്പോൾ പോവും. പിന്നെ ആനയൊക്കെ ഇറങ്ങും. ആനയൊക്കെ ഇറങ്ങുന്നതിന് നമുക്ക് അടുത്ത സ്ഥലത്ത് എത്തണം. എല്ലാവരും ഇതിവിടെ ഫുള്ള് തെങ്ങുതോട്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഈ തെങ്ങുതോട്ടായിരുന്നു, പക്ഷേ പ്രളയത്തിൽ എല്ലാം ഒലിച്ചു പോയതാണെന്ന്. അപ്പോൾ വിജയശേട്ടനും ഉണ്ണിമോളൊക്കെ വരുന്നുണ്ട്. ഉണ്ണിമോളൊക്കെ അറിയില്ല. ഉണ്ണിമോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി കേട്ടോ. അനൂപുണ്ട്, അനൂപിൻ്റെ വൈഫുണ്ട്, വിജയശേട്ടൻ്റെ ഉണ്ണിമോളെ കുട്ടികളുണ്ട്. തേജസ്സിനൊക്കെ അറിയാമോ? ഞങ്ങൾ ആ വരുന്ന സമയത്ത് ചാടി കെട്ടിപ്പിടിച്ച തേജസ്, അവനുണ്ട്. എല്ലാവരും വരുന്നത്. വിജയശേട്ടൻ്റെ ജോലി ഉണ്ടായിരുന്നു. വിജയശേട്ടൻ വർക്ക് ചെയ്യുന്നത് ഫയർഫോഴ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ അടുത്ത സ്ഥലം കാണാൻ വേണ്ടി പോകട്ടെ. ഇവിടെ ഒരുപാടൊന്നും കാണാനില്ല, കുറച്ച് പൂക്കളൊക്കെ ഉള്ളൂ. പക്ഷെ താഴേക്ക് നല്ല ഇഷ്ടം പോലെ പൂക്കളുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും അനൂപൊക്കെ വന്നു കേട്ടോ. അനൂപ്, തേജസ്, ഉണ്ണിമോള്, അഞ്ചി, തെച്ചുട്ടൻ. ഫെസ്റ്റ് കുഴപ്പമില്ല. ഇവിടെ ഒരുപാട് പൂക്കളൊന്നും ഇല്ല. ഇല്ലില്ല, ഞാൻ നോക്കിയിട്ട് പോരില്ലേ. വെളിച്ചം പോവും, ആന ഇറങ്ങും. ഇപ്പോൾ ഞങ്ങള് അവിടെ ക്രിസ്മസിന്റെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തില്ലേ. ഇപ്പൊ നമ്മൾ പോണത് സീനികേന്റെ ഒരു ചെറിയൊരു തോട്ടം കേട്ടോ. അത് കാണിച്ചാൽ എല്ലാവർക്കും. വണ്ടിയാണ്
അടിപൊളി നല്ല സീനിയ കേട്ടോ, നല്ല ചുവന്ന കളർ. ഇതൊന്നും നമ്മുടെ കയ്യിലില്ല കേട്ടോ. നല്ല ഈ ഒരു ചുമന്ന സീനിയ നല്ല ഭംഗിയുണ്ട്, ചുമപ്പ് പിങ്ക്. അപ്പൊ അമ്മമാരിത് പൂന്തോട്ടത്തിന്റെ നടുവിൽ നിൽക്കണ് കണ്ടോ, എന്ത് ഭംഗിയാണ് ഉണ്ടോ, എന്ത് ഭംഗിയെന്ന് പറയാം. അപ്പൊ താഴെ അടയ്ക്കാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാട്ടല്ലോ. അവിടെ താഴെ ഇങ്ങനെ ആടുന്ന കുരുക്കൂട് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിപ്പോ ക്ലോസ് ചെയ്യുന്ന അറിയണ്ട്. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, പക്ഷെ സീനിയൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. അതെ, അപ്പൊ ഇത്ര സമയം വരെ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആന ഇറങ്ങണ പോവുക. ഞാനൊക്കെ ആദ്യമായിട്ട്, ഞാൻ ഈ നാട്ടുകാരിയാണെങ്കിലും ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണണം കേട്ടോ. ഈ കൊറേ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചൂലൊക്കെ ഉണ്ടാക്കണ പുല്ലാണ്ടത് ഇഷ്ടംപോലെ ഉണ്ടായി നിക്കണ്ടല്ലേ. കണ്ടോ കണ്ണാ അത് കുക്ക്. ഇവിടെ ഫുള്ള് മല്ലിക കേട്ടോ, ചെണ്ടുമല്ലിക ഫുള്ളായിട്ട്. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് കുറെ ഫോട്ടോ എടുക്കണ്ടേ. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇതൊന്ന് അങ്ങോട്ട് നോക്കിയാൽ കണ്ടില്ല, വലിയ മലകള്, നല്ല ഭംഗിയാണ് ഇത് കാണാന്. അതെ, എല്ലാരും വന്ന് ഇതിന്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ കേട്ടോ. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വണ്ടിയിലിരുന്ന് പറഞ്ഞ മല്ലിക കൃഷിന്റെ തോട്ടം, മല്ലികപ്പൂവിന്റെ തോട്ടം കണ്ടില്ലേ. നമ്മൾ കറക്റ്റ് ടൈമിലാട്ടോ, അതായത് 4 മണി സമയത്താട്ടോ നമ്മൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ, കാരണം കറക്റ്റ് ലൈറ്റാണ്. സമയം കഴിഞ്ഞു കേട്ടോ. 6 മണി, ഒരു 5:30 വരെ ശരിക്കുള്ളൂ. 6 മണി വരെ നീട്ടിയതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് വേഗം പോവാട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും, നല്ല ഭംഗിയുണ്ട് കാണാന്. തേജ് താഴ്ത്തി ചാട്ടോ, തേജും കുഞ്ഞാവ് അപ്പുറപ്പുറം ചാടി കിടക്കപ്പം വീഴും അറിയാം. അപ്പൊ അടിപൊളിയാണ് കേട്ടോ. ഇവിടത്തൊക്കെ സമയം കഴിഞ്ഞു പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനായി. ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ട് നമ്മൾ ഇറങ്ങാം കേട്ടോ. ഇതൊക്കെ എള്ളാണ് കേട്ടോ. ഈ റോഡിന്റെ 2 സൈഡ് മൊത്തം എള്ളാണ്. ഇത് വയലെള്ള് എന്ന് പറയും. അതായത് വയല് പോലത്തെ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന എള്ളാണ് വയലെള്ള് എന്ന് പറയുന്നത്. ഈ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാക്കുന്ന എള്ളുണ്ടല്ലോ, അതിന് ഇത്ര ഹൈറ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇത് പുഴയിലേക്കുള്ള വഴിയാണ് എഴുതിച്ചേക്കണേ. അപ്പോൾ ഇത് നല്ല ഹൈറ്റ് ഉണ്ട്, ഒരുപാട് എള്ളുണ്ട്. കാരെള്ള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരയിൽ, അതായത് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്നത് ഇത്ര ഹൈറ്റിൽ പോകില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛമ്മ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഞാൻ അച്ഛമ്മേനോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അച്ഛമ്മ പറഞ്ഞതാണ് ഇത് വയലെള്ള് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മമാർ, ചേച്ചിമാർ, കുഞ്ഞിപ്പിള്ളേർ എല്ലാവരും ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. എല്ലാവരും ഇവിടെ ഊഞ്ഞാലയിൽ ആടാനും ഇതൊക്കെ കാണാനായിട്ടാണ് വന്നത്. അമ്മയും മോനും ഊഞ്ഞാലാടാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് ഏറ്റവും ആകർഷണീയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുരുവിക്കൂടാണ് കേട്ടോ. ഇവിടെ കയറാൻ 2 കുരുവികൾ നിൽക്കണുണ്ട്, വരണുള്ളൂ. ഈ കുരുവി കയറാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതാണ് ഇവിടുത്തെ കുരുവിക്കൂട് എന്ന് പറയുന്നത്. ഇവിടെ ചെറിയ സ്റ്റോളുകളൊക്കെ ഉണ്ട്, ഭക്ഷണം കഴിക്കാം. പിന്നെ ഇവിടെയാണ് മുള കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഊഞ്ഞാല്. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള സെറ്റപ്പാട്ടോ.
ഒറ്റ മിനിറ്റ് കേട്ടോ. അപ്പൊ കണ്ണനും കുഞ്ഞാവിയും മുളക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മുള കൊണ്ടുള്ള അമ്പെയ്ത്തൊക്കെ ഉണ്ട് കേട്ടോ. അമ്പ ചെയ്ത് കൊള്ളിക്കുന്ന ആൾക്കാരെ തേജസ് തന്നെ പണ്ട് അമ്പയത്തില് മിടുക്കനായിരുന്നു പറയണേ. കാല അമ്പയത്തിന്റെ ആശാനായ അരുൺ അമ്പും വില്ലും റെഡി ആക്കിയിരിക്കുന്നു. ലക്ഷ്യസ്ഥാനത്ത് എത്തുമല്ലേ നോക്കാം. ഓ ലക്ഷ്യസ്ഥാനത്ത് തട്ടിയിരിക്കുന്നു. ഒന്നും കൂടി കാണിച്ചു തരുന്നതാണ്. ലക്ഷ്യസ്ഥാനത്ത് 2 പ്രാവശ്യം കൊണ്ടിരിക്കുന്നു. 2 എണ്ണം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. പഴയ മൗഗ്ലീനെയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഞാനെന്റെ പണ്ട് വള്ളിയിൽ തൂങ്ങിയുള്ള ആ യാത്ര ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതൊക്കെ ഒരു കാലം. പിന്നെ കാട്ടി കയറാൻ പറ്റില്ല എന്നുള്ള നിയമം വന്നു. പിന്നെ ഞാൻ ഇപ്പോഴും വള്ളിയിൽ തൂങ്ങിപ്പോയിട്ട് പോകേണ്ടതാണ്. നമ്മള് സന്ധ്യ മയങ്ങി തുടങ്ങി കേട്ടോ. അപ്പൊ നമ്മളിനി ഈ ഒരു കാട് പോലെയൊക്കെ തോന്നുമെങ്കിൽ ഇത് വിത്തുകൃഷിത്തോട്ടാണ്, ഫാമാണ്. അതൊക്കെ പുല്ലുകൊണ്ടുള്ള കൗണ്ടറുകളൊക്കെ ഉണ്ടാക്കി. അതെ, പുല്ലും മുളയും പിന്നെ ഓലയും കൊണ്ട് മെടഞ്ഞിട്ട് അതുകൊണ്ടാണ് ഈ കൗണ്ടറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള. എല്ലാം എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മള് ഫാമിന്റെ ഉള്ളിലേക്ക് പോയി കുറെ വിത്ത് കൃഷിയും അതേപോലെ ചെടികളും പിന്നെ അവിടെ കുറെ ഊഞ്ഞാലി അതൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഫാമിന്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടോ. ഇവിടുന്ന് കുറച്ചും തിരിഞ്ഞാലാണ് കാർണിവലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതുപോലെ ഓരോ സ്റ്റാളുകളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ കാണാട്ടെ. ഈ പതിയെ പതിയെ ഇവിടെയൊക്കെ ലൈറ്റ് വന്നു തുടങ്ങി. നമുക്ക് പറ്റുന്ന മാക്സിമം പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ എടുക്കാട്ടോ. ഫുള്ള് ലൈറ്റ് വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ് കേട്ടോ. ശംഖിന്റെ രീതിയിൽ അല്ലേ ഈ ഉണ്ട്. പച്ചക്കറികളുടെ ഒക്കെ ഓരോ ഡമോ ഉണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഒരു കൊട്ടയില് തക്കാളി, പടവലം, മത്തൻ, പപ്പായ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഐസ്ക്രീം കട എല്ലാം ഉണ്ടല്ലോ. നമുക്ക് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് കേട്ടോ എല്ലാ സ്റ്റാളുള്ളതും. കുട്ടികൾക്ക് കളിക്കാനുള്ള കാർണിവൽ സംഭവങ്ങളെല്ലാം എല്ലാം ഇവിടെയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കായിട്ട് പോണത്. നമ്മളെ വണ്ടി എവിടെയും പാർക്ക് ചെയ്യണം കേട്ടോ. ഓ ഇരുട്ടായതുകൊണ്ട് എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും തൊപ്പിയൊക്കെ ഇട്ടില്ല കണ്ണൻ. കുതിര നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ വരാന്. അമ്പലപ്പുരയോടെല്ലാം മുന്നിൽ വീഴേ. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകളുണ്ട് കേട്ടോ. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് സൗണ്ട് ഉണ്ടാവില്ല. നിങ്ങൾക്ക് പലർക്കും ഈ ഒരു സൗണ്ട് കുറച്ച് അരോചകമായിട്ട് തോന്നാവുന്നതാണ് കേട്ടോ. പക്ഷേ എനിക്ക് ജലദോഷം പിടിച്ചതുകൊണ്ട് സൗണ്ട് ഒന്ന് അടഞ്ഞു പോയി ശരിയാവുന്നില്ല കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും എൻ്റെ ഈ സൗണ്ട് ഒന്ന് ക്ഷമിച്ച് തരണേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് കടകളുണ്ടായിരുന്നു കേട്ടോ. ബജീൻ്റെ കട തന്നെയാണ് കേട്ടോ ഫസ്റ്റ് കണ്ടത്. ബജി, പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ വലിയൊരു കട ഉണ്ട്. അതേപോലെ കുറേ സാധനങ്ങൾ, ഫാൻസി ഐറ്റംസും ബക്കറ്റ്, ചെടിച്ചട്ടികൾ അങ്ങനെ കിട്ടുന്ന വേറെയും കുറേ കടകൾ. പിന്നെ ഞങ്ങളെ കൂടുതൽ ആകർഷിച്ചത് അവിടെ നമ്മുടെ കാർണിവലായിരുന്നു. കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതുപോലെ ചെറിയൊരു കുളം പോലെ ഉണ്ടാക്കിയെടുത്ത് വെള്ളമൊക്കെ നിറച്ച് അതിൽ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നേ. ഇതിൽ കണ്ടോ കുട്ടികളൊക്കെ തുള്ളിച്ചാടി നടക്കാൻ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങളിതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, കുറേ നാൾക്ക് ശേഷം ഒരു ഉത്സവം കണ്ടൊരു സന്തോഷമായിരുന്നു കേട്ടോ. കാരണം മലാവിയിലാകുമ്പോൾ നമുക്കൊരു ഉത്സവത്തിനോ കല്യാണത്തിനോ ഒന്നും പോകാൻ പറ്റില്ലല്ലോ. 3 വർഷം ഞങ്ങൾക്ക് എല്ലാം മിസ് ചെയ്തിരുന്നു. അപ്പം ഇപ്രാവശ്യം വന്നപ്പോൾ എന്തോ കറക്റ്റ് ഇതിൻ്റെയൊക്കെ ടൈമിങ്ങിക്കാട്ടോ ഞങ്ങൾ വന്നത്. ഇപ്പം കുഞ്ഞാവിയും
അതായത് ഞങ്ങളുടെ വീട്ടിലെ 2 കുഞ്ഞുകുട്ടികൾ, ഒന്ന് ദച്ചുവും ഒന്ന് കണ്ണനും, ഒരു രണ്ടാളെ കാറിൽ കയറാൻ വേണ്ടി പോവാട്ടോ. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരുന്നതിൽ കയറുന്നു. പക്ഷെ അതിൽ കയറി കരഞ്ഞൊന്നുമില്ല, രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. കണ്ണനൊക്കെ എന്താ പറയുക, കണ്ണന് മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല. കണ്ണൻ എന്ന് പറയുന്നത് തൊപ്പിട്ടത്, ദച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കുഞ്ഞാവ പറയുന്നത് മഞ്ഞ ടീഷർട്ട് ഇട്ട കേട്ടോ. അത് ചേച്ചീൻ്റെ മോനും, തൊപ്പിട്ടത് എൻ്റെ ഏട്ടൻ്റെ മോനുമാണ്. അപ്പോൾ ഒരു രണ്ടാളും എന്തായാലും അതിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കയറുന്ന ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, കരയുന്നൊന്നുമില്ല. ഈ കുഞ്ഞു കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന കളിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ, ട്രെയിനും ഒക്കെ ഉണ്ട്. ഞാൻ അടുത്തേക്ക് പോവാ അച്ഛമ്മ, അതങ്ങനെ കുട്ടികളിങ്ങനെ ഉരുണ്ട് വീഴണേ. ഇതേപോലെ കാറിലുള്ള പോക്ക് നല്ല സുഖമായിട്ട് തോന്നിയത് കൊണ്ട് ദച്ചു ഇപ്പോൾ ബൈക്കിൽ കയറാൻ വേണ്ടി നിന്നിട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഒരൊറ്റ റൗണ്ട് പോയി വന്നപ്പോഴത്തേക്കിന് ആളെ കോൺഫിഡൻസ് ഒക്കെ പോയിട്ടോ. ഇപ്പോൾ ഇരിക്കുമ്പോൾ ഭയങ്കര ഉഷാറായിട്ട് ഞാനിപ്പോൾ പറപ്പിക്കുന്നുള്ള രീതിയിലാട്ടോ ദച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് കാണാൻ ഇത് ചെറിയൊരു റൗണ്ട് ചെറിയ സ്പീഡിൽ പോയി വന്നപ്പോഴത്തേക്കിനും ദച്ചുവിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്നുള്ളത് കാണാം കേട്ടോ. പിന്നെ ഇതിലധികം കുട്ടികളുണ്ടായിരുന്നില്ല, ഒരു 2 കുട്ടികളെ വേറെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതുണ്ടോ, അവൻ ആ ഒരു റൗണ്ട് പോയി വന്നപ്പോഴത്തേക്കിനും അവൻ്റെ കോൺഫിഡൻസും പോയി, എല്ലാം പോയി. ഞങ്ങളതുകൊണ്ട് ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ഇങ്ങനെ കറങ്ങുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇതിലൊക്കെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറിയില്ല, നമ്മുടെ തേജസ്സും അനൂപും അഞ്ചൊക്കെ കയറിയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അച്ഛമ്മയും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ കയറാൻ വന്നത് ട്രെയിനിലാട്ടോ. ഇവരാണെങ്കിലും ഞങ്ങളാണെങ്കിലും അങ്ങനെയൊന്നും ഇങ്ങനത്തെ സംഭവത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇതിലൊക്കെ ഒന്ന് കയറുകയാണ്. പിന്നെ ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെ ഒരു മൈൻഡ് സെറ്റുള്ളതാണ് ഞങ്ങളെ അമ്മമാർക്കും. എല്ലാവരും ഇത് അതിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് പോവാട്ടോ. പിടിച്ചിരുന്നോട്ടെ 2 കൈ കൊണ്ട്. ആ ഫോണൊക്കെ മടിയിൽ വെച്ചിട്ട് ഫോണേ പിടിക്കാം. എല്ലാരും ഉണ്ട്, നിൽക്കട്ടെ ഞാൻ ഇരിക്കട്ടെ. മുറുക്ക പിടിച്ചിരുന്നോട്ടെ 2 കൈ കൊണ്ട്. ഇതിങ്ങനെ കറങ്ങി വരും. ഹണിമൂൺ ആഘോഷിക്കുന്ന കുഞ്ഞും ഭാര്യ അഞ്ചിയും. ഉറക്ക പിടിച്ചോട്ടെ 2 കൈ കൊണ്ട് അച്ഛമ്മ. പതുക്കെ ഇറങ്ങണം കേട്ടോ. കൃഷിത്തോട്ടത്തിലെ കാർണിവലാട്ടോ, അടിപൊളി പ്രോഗ്രാമാണ്. കണ്ണൻ തൊപ്പിയൊക്കെ ഇല്ലല്ലോ. പിന്നെ ഈ ഭാഗത്തൊക്കെ കൂടുതലും വോയിസ് ഓവർ കൊടുക്കണം. എന്താ വെച്ചാൽ ഭയങ്കര പാട്ടാട്ടോ, നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഭയങ്കര സ്പീഡിലൊക്കെ ഇറങ്ങണം കൊണ്ട് ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു, അതിൽ കയറിയില്ല. അഞ്ചിയും കുഞ്ഞും പിന്നെ തേജും കയറി, ഒരു 3 പേരായിട്ട് അതിൽ കയറിയത്. അതും അടിപൊളിയായിരുന്നു. അപ്പോൾ തേജു അതിൽ കയറിയിട്ട് ഇനി അടുത്ത ആ ഒരു തോണി ഉണ്ടല്ലോ, മുകളിൽ പോയി താഴെ വരുന്നേ, ആ മുകളിൽ പോയി താഴെ വരുന്ന തോണിയിലായിട്ട് തേജിന് അടുത്ത് കയറുമ്പോൾ ഓനെല്ലാത്തിനും ധൈര്യമാണ്. പക്ഷേ ഈ തോണി കയറിയപ്പോൾ മാത്രം തേജിന് എന്തോ ഒരു ധൈര്യക്കുറവുണ്ടോ എന്ന് ഞങ്ങൾക്ക് ആദ്യം തോന്നിട്ടോ. മച്ചാന് നല്ല ധൈര്യക്കുറവുണ്ടായിരുന്നു. ഓൻ വിചാരിച്ച പോലെ ആയിരുന്നു, കുറച്ച് സ്പീഡായിരുന്നു കേട്ടോ. അത് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. കഴിച്ചു നോക്കിട്ട് പറ. കഴിച്ചോക്കമ്മ. ഇത് മറ്റേ കോൺഫ്ലവറാ, സോറി കോളിഫ്ലവർ ആണ്. നിരക്ക് നടന്നോ.
ഇവിടെ ഇങ്ങനെ കേട്ടോ ഒരുപാട് സ്റ്റോളുകളുണ്ട്. ചെടികളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൻ്റെ എന്താണ്ടോ മോട്ടറുകൾ, പിന്നെ വിവിധ ഇനം കൊടിയിനങ്ങൾ, മാവ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേടിക്കാനൊക്കെ ഇവിടെ കിട്ടുവേ. സോറി. സന്തോഷം ഒന്നും പറ്റിയില്ലല്ലോ. അപ്പം ഞങ്ങൾ ഈ ഫെസ്റ്റ് കാണാൻ പോയത് എൻ്റെ അച്ഛൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ പിറന്നാൾ ആഘോഷിക്കാൻ നേരെ ഫാം ഫെസ്റ്റ് കണ്ടിട്ട് നേരെ എൻ്റെ വീട്ടിലേക്കാട്ടോ വന്നേ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. നേരെ എൻ്റെ വീട്ടിൽ പോവാം. അവിടെ കുട്ടി തോന്നി നിന്റെ കുട്ടി കളിക്കുന്നു കഴിഞ്ഞിട്ട് ഇവിടെ എന്താ നോക്ക് വണ്ടി കഴിഞ്ഞേക്ക് മുറിച്ചിട്ട് വാങ്ങിച്ചാൽ മുറിച്ചോളൂ മുറിച്ചോളൂ. കേക്കും കഴിച്ചു, കുഴിമന്തിയൊക്കെ കഴിച്ചില്ല എന്നടാ, ക്ഷീണിച്ചു. ചേച്ചിനെ കഴിച്ചു പോകുന്നു. അമ്മ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.